ജോലിക്കൊന്നും പോവാൻ പറ്റത്തില്ല. നമുക്ക് 5 വയസ്സിന് താഴോട്ടുള്ള 3 പൊടി കുഞ്ഞുങ്ങളാ മോളെ. ഉടുവസ്ത്രം പോലും നമുക്കില്ല മാറിയിടാൻ. ഇപ്പൊ മോളെ 2-3 ദിവസമായിട്ട് ആഹാരം പോലും ഇവിടെ ഇല്ല. അരി സാധനം ചോദിച്ചു ഒരുപാട് പേരെ ഞങ്ങള് വിളിച്ചു മോളെ. ആരും മഴ ഇതൊക്കെ ആയതുകൊണ്ട് ആർക്കും ദൂരെയൊക്കെ ആയിക്കൊണ്ട് വരാൻ പറ്റാത്തൊരവസ്ഥയാ. എന്തെങ്കിലും മോളെ കൊണ്ട് പറ്റുന്ന ആരെങ്കിലും കൊണ്ടൊന്ന് സഹായം ചെയ്യിപ്പിക്കും മോളെ. അത്ര വല്ലാത്തൊരു ദുരിതമാണ് മോളെ ഞങ്ങൾക്ക്. വിഷമിക്കണ്ട കേട്ടോ. ഏതായാലും എനിക്ക് ഇത്ര ദിവസം ഇപ്പൊ സ്കൂളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾ എന്തായാലും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒന്ന് ക്ഷമിക്കുക. ശനിയാഴ്ച സ്കൂളില്ലല്ലോ, അപ്പൊ ഞാൻ അങ്ങോട്ട് വരാട്ടോ. എന്തെങ്കിലും മോളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്തു തന്ന അത്രയും ഒരു ഉപകാരം മോളെ. ആഹാരം പോലും ഇല്ല. ഏതായാലും ഞാൻ ശനിയാഴ്ച വരാട്ടോ. ക്ഷമിക്കണ്ട. ശരി മോളെ. 4 ദിവസമായിട്ട് കഴിക്കാൻ ആഹാരം ഇല്ലത്രേ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇന്നലെ നമുക്ക് പോവാൻ പറ്റില്ല. ശനിയാഴ്ച വരാമെന്ന് നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷേ നമുക്ക് പോവാൻ പറ്റിയില്ല, വണ്ടി കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായി. ഇപ്പം തന്നെ സന്ധ്യയായി. ഇന്ന് നമ്മളിപ്പം ആശാൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടി എടുത്തിട്ട് പോവാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, എല്ലാം വാങ്ങിച്ച് വെച്ചു. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ അവരുടെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ സുനാമി കോളനി പറഞ്ഞപ്പോൾ നമ്മൾ കുറേ കറങ്ങി അവസാനം അവരുടെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് നമ്മളൊരു സഹായം ചെയ്യുന്ന പോലെ അല്ല ചെയ്യുന്നത്. അവർ ഒരു മത്സരം നടത്തിയിട്ട് അതിനവർ കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സമ്മാനം നൽകുന്ന പോലെയാണ്. അപ്പോൾ അവർക്കത് അവകാശപ്പെട്ടാണല്ലോ, അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ സഹായം ചെയ്യുന്നവരല്ല, അവർക്ക് അവകാശപ്പെട്ട ആ രീതിയിലാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. ഹലോ, ഇവിടെ ആരുമില്ലേ? ആരാന്ന് മനസ്സിലായോ? ഇല്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പ് നടക്കല്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ പേരെന്തുവാ? പ്രിൻസി. മക്കളുടെ പേരെന്തുവാ? അലീന, അഭിഷേക്, ലാൻഡ്രിയ. എത്രയിലാണ് പഠിക്കുന്നത്? 1. എത്രയിലാ? അംഗനവാടിയില്. കുറച്ച് 3 ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം നിങ്ങൾ ആൻസർ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ നിറയെ സമ്മാനം തരും. ഓക്കെ, റെഡിയാണോ? ചോദിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം, ഈ പ്രാവശ്യത്തെ ഫിഫ വേൾഡ് കപ്പ് എവിടെ വെച്ചാണ് നടക്കുന്നത്? അമേരിക്ക. 3 രാജ്യങ്ങൾ വെച്ചാണ്. ഇപ്പോൾ 1 പറഞ്ഞ് ഇനി 2 എണ്ണം. മെക്സിക്കോ. മെക്സിക്കോ കറക്റ്റാണ്. പിന്നെ ഒരെണ്ണം വെച്ചാ തുടങ്ങുന്നത്. കാനഡ. കറക്റ്റ്. ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം, കഴിഞ്ഞ പ്രാവശ്യത്തെ ഫിഫ വേൾഡ് കപ്പിലെ വിജയി ആരായിരുന്നു? അറിയോ? ആരാ? മെസ്സി ഫാനാണോ? ആണോ? മൂന്നാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണ്. നമ്മുടെ കരുനാഗപ്പള്ളിയിൽ എക്സ്ചേഞ്ച് മാളിൽ ഈ അടുത്ത് പുതിയൊരു ഷോപ്പിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഇത് വേറെ കരുനാഗപ്പള്ളി തന്നെ സെപ്പറേറ്റ് ആയിട്ട് വേറെയൊക്കെ ഉണ്ട്. എക്സ്ചേഞ്ച് മാളിൻ്റെ അകത്ത് ഇപ്പോൾ പുതിയ ഒരെണ്ണം വന്നതാണ്. ചോയ്സ് സൂപ്പർ മാർക്കറ്റ്. ഓക്കെ, കറക്റ്റ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സമ്മാനം കൊടുക്കാൻ പോവാണ്. കൊടുക്കാൻ പോവാണ്. ഇതാണ് കേട്ടോ സമ്മാനം. എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ലേ? ഞങ്ങൾ അത് ഒരു ദിവസം പോലും ഞങ്ങൾ കഴിച്ചിട്ടില്ല. ഇപ്പഴാണ് ഇതെല്ലാം കഴിക്കുന്നത്. ഓക്കെ, അപ്പൊ സന്തോഷായില്ലേ? ഹാപ്പി ആയോ? ഓക്കെ, ശരി, ടാറ്റ. ഓക്കെ, ശരി, നീ കാണാം കേട്ടോ. നീ എന്നെ മറക്കോ? അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തിയിട്ടോ. എനിക്ക് ഭയങ്കര ടയേർഡാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ കാർ യാത്ര എനിക്ക് അങ്ങനെ പറ്റത്തില്ല. കാറ് വരുമ്പോൾ എന്നൊരു പ്രശ്നം എനിക്കുണ്ട്. ഇപ്പോൾ കാറ് വന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു, എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ ഏതായാലും നമ്മൾ അവർക്ക് അങ്ങനെ സമ്മാനമൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അവർക്ക് ഒത്തിരി സന്തോഷമായി. എനിക്ക് ഏറ്റവും കൂടുതൽ ഫീലായത് എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടിക്ക് ഞാൻ ചോക്ലേറ്റ് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നതെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ ഫീലായിട്ടോ. നമ്മളൊക്കെ എത്ര മിഠായിയും ചോക്ലേറ്റും ഒക്കെയാണ് കഴിക്കുന്നത്. സാധാരണ ഞാൻ ഇങ്ങനെയുള്ള സഹായ വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം ഞാൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടെ തന്നെ കുറേ ആൾക്കാർ ഇതുപോലെ പട്ടിണി കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് തന്നെ 3 കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് തന്നെ. അവർ 3 പേരും ഇങ്ങനെ പട്ടിണി. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ തന്നെ ഇപ്പോൾ എത്രയോളം ഫുഡാണ് വെറുതെ വേസ്റ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഫങ്ഷന്, കല്യാണം അങ്ങനെയുള്ള പരിപാടിയൊക്കെ വരുമ്പോൾ എത്ര
എത്രത്തോളം ഫുഡാണ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത്. ഒരു നമ്മുടെ ഭൂമിയിൽ തന്നെ ഇതുപോലെ ഫുഡ് കഴിക്കാതെ പട്ടിണി കിടക്കുന്നവരുണ്ട്. നമ്മളതൊന്നും ഓർക്കുക.